ചായ എല്ലാം ആണല്ലേ സെറ്റ്. ഞങ്ങൾ വന്നല്ല ഇന്ന് വീഡിയോ ഞങ്ങൾ ചെയ്യും എന്നും നിങ്ങൾക്ക് ചെയ്യണ്ടല്ലോ. ഇന്ന് ഞങ്ങളാണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. LKG-യിലാണ് പഠിക്കുന്നത്. ഇന്ന് നീ സ്കൂളിലേക്ക് സ്നാക്സ് കൊണ്ടുപോയിരുന്നോ? കൊണ്ടുപോയിരുന്നു. അതിന്റെ കുറച്ചാണ് ഞാൻ പറയുന്നത്. എന്റെ ക്ലാസ്സിലെ മിക്ക കുട്ടികൾ എന്നും ബിസ്ക്കറ്റും കൊണ്ടുവന്നിരുന്നു. ക്രീം ബിസ്ക്കറ്റ്. ഞാൻ മാത്രല്ല ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റ് കൊണ്ടുപോകേണ്ട ആള്. ഈ ബിസ്ക്കറ്റ് തിന്നാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അറിയോ? ഞാൻ രക്ഷിതാക്കളോടാ പറഞ്ഞത്. നിങ്ങളെ കുട്ടികള് എന്നും ബിസ്ക്കറ്റ് തിന്നാല് ഉണ്ണത്തടി ഉണ്ടാവും, നല്ല തടി ഉണ്ടാവും, ഓടാൻ പറ്റൂല, സ്പീഡിൽ നടക്കാൻ പറ്റൂല, കളിക്കാൻ പറ്റൂല, രോഗികളായി മാറും. ഇങ്ങനൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് എന്നും ബിസ്ക്കറ്റ് കൊടുക്കരുത്. ഇടക്കിടക്കൊക്കെ കഴിക്കാം. അതൊന്നും പ്രശ്നമില്ല. ചില എന്റെ കൂട്ടുകാരെ എന്നും ബിസ്ക്കറ്റ് കഴിക്കാൻ കണ്ടിട്ടുണ്ട്. ഇത് ശരിയല്ല. മറ്റൊരു പ്രശ്നമുണ്ട്. ചില കൂട്ടുകാര് സ്ഥിരമായി ലൈസ് തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും ശരീരത്തിന് നല്ലതല്ല. രക്ഷിതാക്കള് ഇങ്ങനെ സ്ഥിരമായി ലേസ് മേടിച്ചു കൊടുക്കരുത്. രക്ഷിതാക്കള് സ്ഥിരമായി ലേസ് മേടിച്ചു കൊടുക്കരുത്. എനിക്കൊന്നും എന്റെ ഇപ്പച്ചി നിങ്ങൾ ലേസ് മേടിച്ചു തരൂല. വേറെ പ്രശ്നമുണ്ടത്, സ്ഥിരമായി മിഠായി തിന്ന ചില കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്. സ്ഥിരമായി മിഠായി തിന്നുമ്പോ പല്ല് കേടുവരും, വയറ് കേടുവരും, ഭക്ഷണം കഴിക്കാൻ തോന്നൂല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രക്ഷിതാക്കളോട് എനിക്ക് പറയാനുണ്ടത്, എന്നും മിഠായി മേടിച്ചു കൊടുക്കരുത്. അത് ശരീരത്തിന് നല്ലതല്ല. എന്റെ ക്ലാസ്സില് ഏതെങ്കിലും കുട്ടികൾ മിഠായി കൊണ്ടുവരലുണ്ടോ? ചില കുട്ടികൾ എന്നും കൊണ്ടുവരുന്നുണ്ട്. ചില കുട്ടികളെ എന്നും ബിസ്ക്കറ്റ് കൊണ്ടുവരുന്നു. ഞാൻ മാത്രം ബിസ്ക്കറ്റ് കൊണ്ടുവരുന്നത്. ഞാൻ മാത്രമായി കടുക്കടുക്കെ ബിസ്ക്കറ്റ് കൊണ്ടുപോകുന്നത്. വല്ല പൂഫ, പഴങ്ങളോ, റോബസ്റ്റ, ആപ്പിളോ, മുന്തിര അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും. ചില കൂട്ടുകാരെ എല്ലുമായി ബിസ്ക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. ചെലുമായി ക്രീം ബിസ്ക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇത് മാത്രല്ല, പച്ചക്കറികള് പൊരിച്ച് കൊണ്ടുവരണ്ട ചില കൂട്ടുകാരും എനിക്കുണ്ട്. ഉരുളങ്ങിഴങ്ങ് പൊരിച്ച് കൊണ്ടുവരും. സ്ഥിരമായി ചിക്കൻ പൊരിച്ച് തിന്നവര്, സ്ഥിരമായി മീൻ പൊരിച്ച് തിന്നവര്, സ്ഥിരമായി വെണ്ടക്ക പൊരിക്കണത്, വഴുതനങ്ങ പൊരിച്ചുകാണ് തിന്നണത്. ഇതൊന്നും ശരീരത്തിന് നല്ലതല്ല. പച്ചക്കറി കറി വെച്ച് കഴിക്കാം, ഉപ്പേരി ആയിട്ടും തിന്നാം. ഞാൻ പൊരിച്ചത് തിന്നരുത്. ഞാൻ പറയുന്നത് രക്ഷിതാക്കളാണ്. നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാവും. വേറെ പ്രശ്നം ഞാൻ കണ്ടത്, നമ്മളെ കടകളിൽ നിന്ന് കിട്ടണ്ട, നമ്മളെ നാട്ടിലത്തെ കടകളിൽ നിന്ന് കിട്ടണ്ട മധുര പാനീയങ്ങൾ സ്ഥിരമായി കുടിക്കരുത്. അത് സ്ഥിരമായി കുടിച്ചാലും ശരീരത്തില് ഷുഗറിന്റെ അളവ് കൂടും, നന്നായി തടിക്കും. ചെറിയ കുട്ടികളാകുമ്പോ തന്നെ പല അസുഖങ്ങളും ഉണ്ടാവും. പഠിക്കാൻ കഴിയൂല, എപ്പോഴും ക്ഷീണം ഉണ്ടാവും. അങ്ങനെ മധുരം പാനീയങ്ങളൊന്നും എപ്പോഴും കൊടുക്കരുത്. എപ്പോഴിനൊക്കെ എവിടെയൊക്കെ പോകുമ്പോ നമ്മൾ കുടിക്കാം. അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ രക്ഷിതാക്കള് അങ്ങനെ എന്റെ സാധനങ്ങളൊന്നും സ്ഥിരമായി വാങ്ങി കൊടുക്കരുത്. എന്റെ വീട്ടിൽ നിന്നൊന്നും സ്ഥിരമായി ഇങ്ങനെ സാധനങ്ങളൊന്നും കിട്ടാനില്ല. എന്റെ വീട്ടിൽ നിന്ന് കിട്ടല് അങ്ങനെ ബിസ്ക്കറ്റ് ഇല്ലെങ്കില് രാവിലത്തെ ദോശ അല്ലെങ്കിൽ ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകും. നേഴ്സായിക്കൊണ്ട് ഇന്നലെ സ്ഥിരമായി ബിസ്ക്കറ്റ് കൊണ്ടുപോകില്ല. ഞാൻ ഫ്രൂട്ട്സ് കൊണ്ടുപോകും. പഴം കൊണ്ടുപോകുന്നുണ്ടാവും, റോബസ്റ്റ കൊണ്ടുപോകുന്നുണ്ട്, ആപ്പിൾ കൊണ്ടുപോകുന്നുണ്ട്, മുന്തിരി കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ പഴങ്ങളൊക്കെ ഞാനും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ എന്റെ നാട്ടില് ഇഷ്ടം പോലെ മാങ്ങ കിട്ടാറുണ്ട്. ഇപ്പൊ ഞാൻ അതാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകല്. മുമ്പ് ചക്ക ഇഷ്ടം പോലെ ഉണ്ടേനി. അന്ന് ഞാൻ ചക്കപ്പായാണ് സ്കൂളിൽ കൊണ്ടുപോയത്. ചക്ക ഓരോ ചുളമായി വിരിഞ്ഞ്
സ്നാക്സ് ബോക്സിലാക്കി ഞാൻ കൊണ്ടുപോകും. ഇതൊക്കെ കഴിക്കുമ്പോഴേ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവുമല്ലോ. എടാ ഇത് ചക്കച്ചോളം സ്കൂളിൽ കൊണ്ടുപോകലുണ്ടോ? ആ കൊണ്ടുപോകലുണ്ട്. പിന്നെ എന്തൊക്കെ കൊണ്ടുപോകല്? ആപ്പിൾ കൊണ്ടുപോകും, മുന്തിരി കൊണ്ടുപോകും, പഴം കൊണ്ടുപോകും, റോബോട്ട് കൊണ്ടുപോകും. ഇത് വെള്ളം കുടിക്കലുണ്ടോ? ആ വെള്ളം കുടിക്കലുണ്ട്. വെള്ളം നന്നായി കുടിക്കലുണ്ട്. ക്ലാസ്സിലേക്ക് സ്ഥിരമായി ചായ കൊണ്ടുവരുന്ന ചില ഫ്രണ്ട്സിലൊക്കെ എനിക്കറിയാം. ഇത് ശരിയല്ല. സ്ഥിരമായി ചായ കുടിക്കുന്നത്, സ്ഥിരമായി എപ്പോഴും ചായ കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. വീട്ടിൽ നിന്നൊക്കെ ചായ കുടിക്കാം. ക്ലാസ്സിലേക്ക് ചായ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ശുദ്ധമായ വെള്ളം എപ്പോഴും കുടിക്കാം. എന്റെ കൂട്ടുകാരോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യം ആണ് നമ്മളെ ഏറ്റവും നല്ല സമ്പത്ത്. അതുകൊണ്ട് ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയി വീണ്ടും ഞങ്ങൾ വരും. അതുവരെ താങ്ക് യു സോ മച്ച്.